ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താ പറയണ്ടത്, നല്ലൊരു ഫിഷ് റെസിപ്പിയാണ്. നമ്മുടെ സീ ഫുഡ്, നമ്മുടെ എന്താ പറയണ്ടത്, കൂന്തലും കണവയും പിന്നെ കക്കയുടെ ഇറച്ചി, പിന്നെ ചെമ്മീൻ, ഇതെല്ലാം കൂടെ മിക്സായിട്ട് നമുക്കിവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ ഈ സീ ഫുഡ് നമ്മൾ മേടിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചെമ്മീനുണ്ട്, കണവയുണ്ട്, പിന്നെ കക്കയുണ്ട്, ചെറിയ കക്കയുടെ ഇറച്ചിയുണ്ട്. ഇത് നന്നായിട്ട് ഇവർ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് പാക്കിംഗ് ആയിട്ട് ഇത് ഫ്രീസറിൽ വെച്ച് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് ഫ്രോസൺ ആയിട്ടിരുന്നില്ല, അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് മതി. നമ്മളത് ഫ്രോസണൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങാനീര്, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് എത്രയാണ്, 250 ഗ്രാം ഇതുള്ളൂ കേട്ടോ, ഒത്തിരി ഇല്ല. നമ്മുടെ ചെറിയൊരു പാക്കറ്റാണ്, 250 ഗ്രാമേ ഉള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ഈ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നോക്കി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. കാരണം ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 10 മിനിറ്റ് ഇത് വേഗം വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് നമ്മൾ തുറന്ന് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നോക്കി ഏകദേശം 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒത്തിരി വേണ്ടാത്തൊക്കെ നമുക്കിത് വറ്റിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. തുറന്ന് വെച്ചിട്ട് നമ്മൾ ഇത്രയും നേരം നമ്മൾ മൂടി വെച്ച് വേവിച്ചിരുന്ന്, ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഗ്രേവി വേണ്ടവർക്ക് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇപ്പോൾ ഏകദേശം ആയാൽ മതി. ഇപ്പം ഞാനിത് കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്